ഭൂമിയിലെ നരകം, ഹെൽ ഓഫ് ഹെൽ. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരിടത്തെക്കുറിച്ച് ചോദിച്ചാൽ നാവികർക്ക് പറയാൻ ഒരേ ഒരു പേരേയുള്ളൂ: ലാജുമെന്റ്. ഫ്രാൻസിലെ ബ്രിട്ടാനി തീരത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ രൗദ്രഭാവം പൂണ്ടു നിൽക്കുന്ന ഒരിടത്ത് 100-ലധികം വർഷങ്ങളായി ഈ കരിങ്കൽ ഗോപുരം തലയുയർത്തി നിൽക്കുന്നു. നിങ്ങൾ ഈ പ്രശസ്തമായ ചിത്രം കണ്ടിട്ടുണ്ടാകും. ഒരു ഭീമാകാരമായ തിരമാല ലൈറ്റ് ഹൗസിനെ വിഴുങ്ങുവാൻ വരുമ്പോൾ ശാന്തനായി വാതിക്കൽ നിൽക്കുന്ന ഒരാൾ. ആരാണ് അയാൾ? ആ നിമിഷം അവിടെ എന്താണ് സംഭവിച്ചത്? വെറുമൊരു ലൈറ്റ് ഹൗസിനേക്കാൾ ഉപരി മനുഷ്യന്റെ അതിജീവനത്തിന്റെയും ധീരതയുടെയും കഥയാണിത്. ഇന്ന് നമ്മൾ ലാജുമെന്റെയും അതിന് തൊട്ടടുത്തുള്ള റോമൻ ലൈറ്റ് ഹൗസിന്റെയും ഞെട്ടിക്കുന്ന ചരിത്രത്തിലേക്കാണ് പോകുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വിശദമാക്കുന്നത്. ഈ ചരിത്രം പൂർണ്ണമായി അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ നിങ്ങൾ പുതിയതാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൾഡ് പേജസ് ബൈ നിതിൻ. അറ്റ്ലാന്റിക് സമുദ്രം എപ്പോഴും ഒരു നിഗൂഢതയാണ്. ഇവിടെ കാറ്റിന് മരണത്തിന്റെ തണുപ്പും തിരമാലയ്ക്ക് മലയുടെ ഉയരവുമുണ്ട്. ഫ്രാൻസിലെ ബ്രിട്ടാനി തീരം ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ കപ്പൽപാതയാണ്. ഈ ഭീകരതയ്ക്ക് നടുവിൽ ഒരു കരിങ്കൽ ഗോപുരം കാവൽ നിൽക്കുന്നു. അതിന്റെ പേരാണ് ലാജുമെന്റ്. ലാജുമെന്റ് എന്നാൽ ഫ്രഞ്ച് ഭാഷയിൽ പെൺകുതിര എന്നാണ് അർത്ഥം. കടലിനടിയിലെ ഈ പാറക്കെട്ടിന് കുതിരയുടെ ആകൃതി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. തിരമാലകൾക്കിടയിൽ പതച്ചു നിൽക്കുന്ന ഈ പാറയെ കീഴടക്കുക എന്നത് അസാധ്യമായ ഒന്നായിരുന്നു. ഇതിനെ ഭൂമിയിലെ നരകം എന്ന് നാവികർ വിളിക്കുന്നു. ഈ പ്രദേശത്തെ പാറകൾക്ക് കത്തിയേക്കാൾ മൂർച്ചയുണ്ട്. വേലിയേറ്റ സമയത്ത് ഇവ പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കും. കപ്പലുകൾക്ക് ഇവ കാണാൻ കഴിയില്ല. നൂറുകണക്കിന് കപ്പലുകൾ ഈ പാറകളിൽ തട്ടി തകർന്നിട്ടുണ്ട്. സമുദ്രത്തിലെ ഈ മരണക്കെണി പതിറ്റാണ്ടുകളോളം നാവികരുടെ ഉറക്കം കെടുത്തി. 1896 ജൂൺ 16 ബ്രിട്ടീഷ് ആഡംബര കപ്പലായ SS ഡ്രുമോണ്ട് കാസ്റ്റിൽ ഈ വഴി വരികയായിരുന്നു. സമുദ്രം അന്ന് ശാന്തമാണെന്ന് തോന്നിയെങ്കിലും മഞ്ഞുമൂടിയ അന്തരീക്ഷം അപകടം ഒളിപ്പിച്ചു വെച്ചിരുന്നു. കപ്പലിലെ യാത്രക്കാർ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് കരുതി ഉറങ്ങുകയായിരുന്നു. രാത്രി 11 മണിയോടെ കപ്പൽ പാറയിൽ തട്ടി. വെറും 4 മിനിറ്റിനുള്ളിൽ ആ ഭീമാകാരമായ കപ്പൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു. ഉറങ്ങിക്കിടന്ന 242 യാത്രക്കാർക്ക് രക്ഷപ്പെടാൻ സമയം കിട്ടിയില്ല. കപ്പൽ രണ്ടായി പിളരുന്നത് കണ്ട് പകച്ചു നിൽക്കാനേ രക്ഷാപ്രവർത്തകർക്ക് സാധിച്ചുള്ളൂ. ആകെ രക്ഷപ്പെട്ടത് 3 പേർ മാത്രമായിരുന്നു. കടലിലെ മരക്കഷ്ണങ്ങളിൽ തൂങ്ങിക്കിടന്ന അവരെ അടുത്ത ദിവസം രാവിലെയാണ് മീൻപിടുത്തക്കാർ കണ്ടെത്തിയത്. ഈ ദുരന്തം ഫ്രാൻസിനെയും ബ്രിട്ടനെയും ഒരുപോലെ നടുക്കി. ഇനി ഒരു കപ്പൽ കൂടി ഇവിടെ തകരരുതെന്ന് ലോകം പ്രാർത്ഥിച്ചു. ചാൾസ് യൂജിൻ പ്രോട്ടോൺ എന്ന ധനികൻ തന്റെ മരണത്തിന് മുമ്പ് ഒരു വിൽപത്രം എഴുതി. തന്റെ സമ്പാദ്യമായ 4 ലക്ഷം ഫ്രാങ്ക് ഈ പാറയിൽ ഒരു ലൈറ്റ് ഹൗസ് പണിയാൻ ഉപയോഗിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഒരു മനുഷ്യന്റെ ഈ വലിയ മനസ്സ് ലാജുമെന്റിന്റെ പിറവിക്ക് കാരണമായി. എഞ്ചിനീയർമാർക്ക് ഈ പദ്ധതി അസാധ്യമായി തോന്നി. കരയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ പ്രക്ഷുബ്ധമായ കടലിന് നടുവിൽ എങ്ങനെ ഒരു കെട്ടിടം പണിയും? പാറയുടെ വിസ്തൃതി വളരെ കുറവായിരുന്നു. ശക്തമായ തിരമാലകളെ പ്രതിരോധിക്കാൻ പാകത്തിൽ ഒരു അടിത്തറ നിർമ്മിക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ കടമ്പ. 1904 നിർമ്മാണം ആരംഭിച്ചു. പാറയിൽ ആദ്യത്തെ തുളയിടാൻ തന്നെ മാസങ്ങളെടുത്തു. കടൽ ശാന്തമാകുന്ന ആകെ 52 മണിക്കൂർ മാത്രമാണ് ആദ്യ വർഷം തൊഴിലാളികൾക്ക് കിട്ടിയത്. ഓരോ തവണയും തിരമാലകൾ വരുമ്പോൾ തൊഴിലാളികൾക്ക് കരയിലേക്ക് മടങ്ങേണ്ടി വന്നു. തൊഴിലാളികൾ ചെറിയ വഞ്ചികളിലാണ് അവിടെ എത്തിയിരുന്നത്. വലിയ തിരമാലകൾ വരുമ്പോൾ അവർ പാറയിൽ കെട്ടിയിട്ട കയറുകളിൽ തൂങ്ങിക്കിടക്കും. പല തൊഴിലാളികളും തിരമാലകളിൽ പെട്ട് പരിക്കേറ്റു. എങ്കിലും വരാനിരിക്കുന്ന കപ്പലുകളുടെ സുരക്ഷയ്ക്കായി അവർ തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി. സാധാരണ സിമന്റ് ഉപ്പുവെള്ളത്തിൽ ഉറക്കില്ല. അതിനാൽ കളിമണ്ണും പ്രത്യേക രാസവസ്തുക്കളും ചേർത്ത ഒരു മിശ്രിതം അവർ വികസിപ്പിച്ചു. ഇത് മിനിറ്റുകൾക്കുള്ളിൽ പാറ പോലെ കടുപ്പമുള്ളതാകും. വേലിയേറ്റത്തിന് മുമ്പ് സിമന്റ് ഉറയ്ക്കുന്നുണ്ട് എന്ന് അവർ ഉറപ്പുവരുത്തണമായിരുന്നു. ഫ്രാൻസിലെ ഖനികളിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും മികച്ച കരിങ്കല്ലുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. ഓരോ കല്ലും കൃത്യമായ അളവിൽ മുറിച്ച് ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ക്രമീകരിച്ചു. ഇത് തിരമാലകളുടെ സമ്മർദ്ദത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ സഹായിച്ചു. 7 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ 82 അടി ഉയരമുള്ള ഗോപുരം പൂർത്തിയായി. 1911 ഒക്ടോബർ 15 അതിന്റെ മുകളിലെ വമ്പൻ വിളക്ക് ആദ്യമായി തെളിഞ്ഞു. അതൊരു ചരിത്ര നിമിഷമായിരുന്നു. ബ്രിട്ടാനിയ തീരത്തെ നാവികർ ആ വെളിച്ചം കണ്ട് സന്തോഷം കൊണ്ട് കണ്ണീരണിഞ്ഞു.
ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഫ്രസ്നൽ ലെൻസ് ആയിരുന്നു. വെളിച്ചത്തെ ചിതറാൻ അനുവദിക്കാതെ ഒരേ ദിശയിലേക്ക് കേന്ദ്രീകരിക്കാൻ ഈ ലെൻസുകൾക്ക് കഴിയും. ഇത് കിലോമീറ്ററുകളോളം ദൂരത്തേക്ക് വെളിച്ചത്തെ എത്തിക്കാൻ സഹായിക്കും. ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കാൻ 3 കപ്പിത്താന്മാരെയാണ് നിയമിച്ചിരുന്നത്. അവർ ഊഴമനുസരിച്ച് ജോലി ചെയ്തു. ഓരോ ദിവസവും വിളക്ക് വൃത്തിയാക്കുകയും എണ്ണ നിറയ്ക്കുകയും ചെയ്യണമായിരുന്നു. യന്ത്രവൽക്കരണത്തിന് മുമ്പുള്ള ആ കാലത്ത് കീപ്പർമാരുടെ ശ്രദ്ധ അല്പം മാറിയാൽ പോലും അപകടം സംഭവിക്കാം. കരയിൽ നിന്ന് ഒറ്റപ്പെട്ട് ആ ചെറിയ മുറിക്കുള്ളിൽ കഴിയുക എന്നത് വലിയ ശിക്ഷയായിരുന്നു. പലപ്പോഴും മാസങ്ങളോളം അവർക്ക് കുടുംബവുമായി സംസാരിക്കാൻ കഴിയില്ല. റേഡിയോ മാത്രമായിരുന്നു ഏക ആശ്വാസം. തിരമാലകളുടെ ഇരമ്പൽ മാത്രമായിരുന്നു അവരുടെ ഏക കൂട്ടുകാരൻ. ഭക്ഷണം തീർന്നു പോയാൽ കപ്പലുകൾ വരുന്നതുവരെ കാത്തിരിക്കണം. വലിയ തിരമാലകൾ ഉള്ളപ്പോൾ കപ്പലുകൾക്ക് അടുക്കാൻ കഴിയില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ കീപ്പർമാർ പട്ടിണി കിടന്നിട്ടുണ്ട്. വായുവിൽ തൂങ്ങിക്കിടക്കുന്ന കൊളുത്തുകൾ വഴിയാണ് സാധനങ്ങൾ മുകളിലേക്ക് എത്തിച്ചിരുന്നത്. 7 നിലകളുള്ള ഈ ഗോപുരത്തിൽ ഒരു അടുക്കളയും ഉറങ്ങാനുള്ള മുറിയും ലൈബ്രറിയും ഉണ്ടായിരുന്നു. ഭിത്തികൾക്ക് 3 മീറ്ററിലധികം കനമുണ്ടായിരുന്നു. എങ്കിലും പുറത്തെ തിരമാലകളുടെ ആഘാതത്തിൽ ഗോപുരം മുഴുവൻ കുലുങ്ങിയിരുന്നു. ലാ ജുമെന്റിന് അടുത്തുള്ള മറ്റൊരു ഭീകരനാണ് അറോമൻ. ലാ ജുമെന്റിനേക്കാൾ 10 ഇരട്ടി അപകടകാരിയാണ് ഇത് പണിയാൻ എടുത്തത് നീണ്ട 14 വർഷങ്ങളാണ്. ഈ 2 ഗോപുരങ്ങളും ചേർന്ന് അറ്റ്ലാന്റിക്കിലെ കപ്പലുകൾക്ക് വഴികാട്ടിയായി. നാവികർ ഈ 2 ലൈറ്റ് ഹൗസുകളെയും നരകം എന്നാണ് വിളിച്ചിരുന്നത്. ലാജുമെന്റ് 1ാമത്തെ നരകവും അറോമൻ 2ാമത്തെ നരകവും. ഇവിടെ ജോലി കിട്ടുന്നത് കീപ്പർമാർ ഭയപ്പെട്ടിരുന്നു. അത്രമേൽ ഒറ്റപ്പെട്ടതായിരുന്നു അവിടുത്തെ ജീവിതം. 1989 ഡിസംബറിൽ അറ്റ്ലാന്റിക്കിൽ അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചു. തിരമാലകൾ ലൈറ്റ് ഹൗസിനേക്കാൾ ഉയരത്തിൽ ആഞ്ഞടിച്ചു. ലൈറ്റ് ഹൗസിന്റെ ജനലുകൾ തകർന്നു. വെള്ളം അകത്തേക്ക് ഒഴുകുവാൻ തുടങ്ങി. അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് തിയോഡോർ മൾഗോൺ ആയിരുന്നു. മുകളിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് കണ്ട് അദ്ദേഹം ഭയന്നു. എങ്കിലും വിളക്ക് അണയാതെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. കൊടുങ്കാറ്റിന്റെ ഭീകരത അദ്ദേഹം നേരിട്ട് അനുഭവിച്ചു. ഫോട്ടോഗ്രാഫറായ ജീൻ ഗിച്ചാർഡ് ഒരു ഹെലികോപ്റ്ററിൽ അവിടെ എത്തി. കൊടുങ്കാറ്റിലെ ലൈറ്റ് ഹൗസിന്റെ ചിത്രങ്ങൾ പടർത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഹെലികോപ്റ്റർ പൈലറ്റിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം കാറ്റ് ശക്തമായിരുന്നു. ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട് രക്ഷാപ്രവർത്തകർ വന്നതാണ് കരുതി തിയോഡോർ വാതിൽ തുറന്നു. ആ നിമിഷം അദ്ദേഹത്തിന് പിന്നിൽ 30 മീറ്റർ ഉയരമുള്ള ഒരു തിരമാല ഉയർന്നു പൊങ്ങി. ഫോട്ടോഗ്രാഫർ ഷട്ടർ അമർത്തിയ ആ സെക്കൻഡ് ചരിത്രമായി. തിരമാല വാതിക്കൽ എത്തുന്നതിന് തൊട്ടു മുമ്പ് തിയോഡോർ അകത്തേക്ക് ഓടിക്കേറി. സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അന്ന് അദ്ദേഹം പുറത്തു നിന്നിരുന്നെങ്കിൽ സമുദ്രം അദ്ദേഹത്തെ വിഴുങ്ങുമായിരുന്നു. ആ ചിത്രം ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. ആ ചിത്രം കണ്ടാൽ തോന്നും അദ്ദേഹം തിരമാലയെ നോക്കി നിൽക്കുകയാണെന്ന്. പക്ഷേ സത്യം അതല്ലായിരുന്നു. അദ്ദേഹം മരണത്തെ കണ്ടില്ല. ഹെലികോപ്റ്ററിനെ നോക്കി പുറത്തിറങ്ങിയതായിരുന്നു അദ്ദേഹം. ഈ സത്യം പിന്നീട് അദ്ദേഹം തന്റെ ലോകത്തോട് പറഞ്ഞു. ആ ചിത്രം ദശലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റുപോയി. ലാജുമെന്റ് എന്ന ലൈറ്റ് ഹൗസ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കെട്ടിടങ്ങളിൽ ഒന്നായി മാറി. പ്രകൃതിയുടെ ശക്തിയും മനുഷ്യന്റെ നിസ്സഹായതയും ആ ചിത്രം വിളിച്ചോതി. 100 വർഷമായിട്ടും ലാജുമെന്റ് എങ്ങനെ തകരാതെ നിൽക്കുന്നു? അതിന്റെ ഭാരം ഏകദേശം 1000 ടണ്ണിലധികമാണ്. തിരമാലകളുടെ ആഘാതം ഭിത്തിയിലൂടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മാണം. ആധുനിക എഞ്ചിനീയർമാർ പോലും ഇതിനെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നു. തുടക്കത്തിൽ എണ്ണ വിളക്കുകളായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഗ്യാസ് ലൈറ്റുകളും ഒടുവിൽ വൈദ്യുതിയും വന്നു. സാങ്കേതിക വിദ്യ മാറിയെങ്കിലും ആ കാവൽക്കാരന്റെ ലക്ഷ്യം മാറിയില്ല. അന്ധകാരത്തിൽ കപ്പലുകൾക്ക് വഴികാട്ടുക. 1991 സാങ്കേതിക വിദ്യ വികസിച്ചു. ലൈറ്റ് ഹൗസുകൾ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇലക്ട്രിക് ബൾബുകളും സെൻസറുകളും മനുഷ്യർക്ക് പകരമായി. കീപ്പർമാരുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. ലാജുമെന്റ് വെറും ഒരു കെട്ടിടം മാത്രമല്ല, അത് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെ വിജയമാണ്. മരണത്തിന്റെ തീരത്ത് പടുത്തുയർത്തിയ ഈ കരിങ്കൽ ഗോപുരം എന്നും നമുക്ക് ആവേശം നൽകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലാജുമെന്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ചരിത്രപരമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ചരിത്രങ്ങൾക്കായി നമ്മോടൊപ്പം തുടരുക. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.